രാജേട്ടാ നമസ്കാരം. നമസ്തേ. ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് ഒരു രാഷ്ട്രീയ അഭയം ഇപ്പോൾ PV അൻവറിന് ലഭിച്ചിരിക്കുകയാണ്. സത്യത്തിൽ എന്തായിരിക്കും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നാണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം UDF വളഞ്ഞ വഴിയിലൂടെ UDF പ്രവേശനം നേടുക എന്നുള്ളത് തന്നെയാണ്. കാരണം പാണക്കാട് തങ്ങളെ പോയി കണ്ട ആശീർവാദമൊക്കെ വാങ്ങി മുസ്ലിം ലീഗിൽ ചേരാം എന്ന് വിചാരിച്ചപ്പോൾ അവിടെ എതിർപ്പുകളുണ്ട്. കോൺഗ്രസിൽ ചേരാമെന്ന് പറഞ്ഞപ്പോൾ അനുകൂല, കാരണം പരമ്പരാഗത കോൺഗ്രസ്സുകാരനായിട്ടുള്ള നമ്മുടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ എതിർപ്പ്. അല്ല, അൻവറും കോൺഗ്രസ് ആയിരുന്നു. അൻവർ കോൺഗ്രസ് ആകാൻ പോയതാണ്, പക്ഷെ കോൺഗ്രസ് ആകുമ്പോഴുള്ള എതിർപ്പാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. നിലമ്പൂര് പരമ്പരാഗത ഒരു മതേതരത്വ മുസ്ലിം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു നമ്മുടെ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്. അപ്പൊ ഷൗക്കത്തിന്റെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയൊന്നും ഇതിനെ വലുതായിട്ട് അംഗീകരിച്ച കൂട്ടം ഞങ്ങളൊന്നും ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അൻവർ UDFിലേക്ക് വന്നതുകൊണ്ട് വലിയ നേട്ടമൊന്നും UDFിൽ ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ചൊരു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന്റെ നെഗറ്റീവ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. എന്താ, അൻവർ വരികയാണെങ്കിൽ UDFിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. അത് കണ്ടറിഞ്ഞിട്ടാണ് ഇപ്പം തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കാനും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കാനും അദ്ദേഹം തീരുമാനിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിൽ എത്രത്തോളം വേരുകൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം. കേരളത്തിൽ അതിന് സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ എന്നാൽ ഇന്ത്യ സഖ്യത്തിലേക്ക് കടന്നു കയറാൻ മമതയുടെ സമ്മർദ്ദം കൊണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ പിന്നെ ഹൈക്കമാൻഡിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവിടെ നിന്നൊരു UDF പ്രവേശനം, മുന്നണി പ്രവേശനമാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. അത് എത്ര കണ്ട് സാധ്യമാകുമെന്ന് വരുന്ന ആളുകളിലെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഒരു ദേശീയ നേതാവായി വളരാനുള്ള പ്ലാനിങ് ആണോ? ദേശീയ നേതാവായിട്ട് വളരാനുള്ള പ്ലാനിങ് ആണോ എന്ന് വെച്ചാൽ അയാൾക്കിപ്പോൾ തൽക്കാലം കേരളത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ദേശീയ നേതാവിനൊന്നും ഒരു സ്കോപ്പില്ല. കാരണം മമതയും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അഭിഷേകവും ഒക്കെ നിൽക്കുമ്പോൾ അവിടെ ഇനി രണ്ടുപേർക്കും ഇടയിൽ ഒരു സ്പേസ് കിട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. മാത്രമല്ല ബംഗാളിനെ ചുറ്റപ്പറ്റിയാണ്. ബംഗാൾ വിട്ടൊരു കളിക്ക് മമത തയ്യാറാവില്ല. ബംഗാളാണ്. ഇപ്പൊ അൻവറിന് ബംഗാളിൽ പോയി ഇത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും പറ്റില്ല. അതുകൊണ്ടൊരു ദേശീയ നേതാവ് എന്ന രീതിയിൽ വേറെ പേരിനിപ്പോ ഫോർവേഡ് ബ്ലോക്കിന് അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറയും, ദേവരാജൻ സെക്രട്ടറി എന്നൊക്കെ പറയും മാതിരി അതുപോലെ എന്തെങ്കിലും പോസ്റ്റിലേക്ക് ഇരുന്നാൽ പോലും കാര്യമായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന കോർഡിനേറ്ററോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ നിൽക്കാമെന്നല്ലാണ്ട് കേരളത്തില് തൃണമൂൽ കോൺഗ്രസിന് സ്പേസ് ഇല്ല. അങ്ങനെ ഒരു കക്ഷിക്ക് ഇനി എത്ര കണ്ട് ഈ മൂന്ന് മുന്നണികൾക്കും ഇടത് മുന്നണിയുടെയും വലത് മുന്നണിയുടെയും ഇടയ്ക്ക് BJP പോലും സ്പേസ് ഇവർ പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇനിയൊരു പാർട്ടിയും കൂടി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല. പക്ഷെ മറിച്ച് ആ പേരും പറഞ്ഞ് UDFിലേക്ക് ഒരു പ്രവേശനം, നിലമ്പൂര് പിടിക്കുക, നിലമ്പൂർ MLA ആകുമാർ, അത്രേ ഉള്ളൂ. തീർച്ചയായും ഈ നിലമ്പൂരും എടക്കരയിലൊക്കെ അദ്ദേഹം പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് മോശമല്ലാത്ത രീതിയിൽ ആൾക്കൂട്ടം വരികയും PV അൻവറിന് വലിയ പിന്തുണ ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പിന്തുണ ഇനിയും തുടർന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പിന്തുണയൊന്നും ഇനി കിട്ടത്തില്ല. അന്ന് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ജനങ്ങൾ, ഇനി എന്താ സംഭവിക്കാൻ പോണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി വന്ന ഒരു MLA, ഇടതുപക്ഷ സ്വതന്ത്രൻ, CPMന്റെ സ്വതന്ത്രൻ മാറി വരുമ്പോൾ ഒരു ആകാംക്ഷ, ഒരു പൊതുയോഗത്തിലുണ്ടാകുന്ന ആകാംക്ഷ, അത് എല്ലാവരും വരും. ഇത് കേരളത്തിലെ ജനങ്ങളാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, K കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന ഒരു പൊതുയോഗം ഗാന്ധി പാർക്കിൽ നടക്കുകയുണ്ടായി. വളരെ വലിയൊരു ആൾക്കൂട്ടമായിരുന്നു. മുഖ്യമന്ത്രിയുടെ വരവിന് മുമ്പ്, പ്രസംഗത്തിന് മുമ്പ് നമ്മുടെ പീതാംബരക്കുറുപ്പിന്റെ സാഹിത്യ ശൈലിയിൽ വലിയൊരു പ്രസംഗം. എൻ്റെ നേതാവ് ശ്രീ K കരുണാകരൻ കേരള രാഷ്ട്രീയത്തിന്റെ പെരുന്തച്ഛനാണ്, ഒളിയും ചുറ്റുകയിലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് തകർത്ത് പോയൊരു പ്രസംഗമാണ്. ഭയങ്കര ആളായിരുന്നു. ഞാനും അവിടെ പ്രസംഗം കേൾക്കാൻ പോയിരുന്നതാണ്. പക്ഷെ അതൊക്കെ ആകാംക്ഷ കൊണ്ട് പോയതാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ പ്രസംഗത്തിലാണ് കരുണാകരൻ അവസാന നിമിഷം വരെ അദ്ദേഹം ഈ രാജിവെക്കുന്ന യാതൊരു സൂചനയും തന്നില്ല. അപ്പൊ തന്നെ ആളുകളെല്ലാം പിരിഞ്ഞുപോയി, ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രസംഗത്തിന്റെ ലാസ്റ്റ് മിനിറ്റിൽ അവസാന ശ്വാസം, ഞാനത് ഗവർണറെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം നിർത്തുന്നത്. അപ്പൊ തന്നെ പൊതുയോഗം കേൾക്കാനെത്തിയ പകുതിയിലധികം ആളുകളും കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളും ഒക്കെ പോയിരുന്നു, നാട്ടുകാരും ഒക്കെ പോയിരുന്നു. കാരണം കരുണാകരൻ രാജിവെക്കില്ല. അപ്പോൾ എന്താണ് ഒരു ആകാംക്ഷ? PV അൻവറിന്റെ പൊതുയോഗത്തിന് ആയുസ് വളരെ കുറച്ചാണ്. അതിന്റെ രാഷ്ട്രീയ ഇടപെടൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇയാളിൽ നിന്ന് സംഘർഷം ഉണ്ടല്ലോ, ആ സംഘർഷത്തിന്റെ പരിണതഫലം എന്താണ് എന്നറിയാൻ ഒരു ആകാംക്ഷ. ഒരു പിണറായി വിരുദ്ധനായിട്ടാണ് അയാള് പുറത്തേക്ക് വന്നത്. പിണറായിയുടെ ആളായിട്ടാണ് വന്നതും. ഇപ്പോ പൂർണ്ണമായും CPM പിന്തുണ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം തികച്ചും പിണറായിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ PCCക്കും പിണറായിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്.
കാരണം അദ്ദേഹത്തിന്റെ തടയണ നിർമ്മാണവും തടയണയ്ക്കെതിരെ കോടതി വിധികളും വന്നിട്ട് പോലും അതിനെ പിടിച്ചു നിർത്താൻ ഒരുപാട് കാലം കോടതി വിധി ധിക്കരിക്കാൻ ഇയാൾ ആർജവം കാണിച്ചു. പിന്നെ കോടതിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ആ കങ്ങണംപൊയ്ക അല്ലേ കക്കാടംപൊയ്കയിലുള്ള ആ തടയണ പൊളിച്ചു മാറ്റേണ്ടി വന്നത്. അപ്പൊ ആ തടയണ പൊളിച്ചു മാറ്റേണ്ടി വന്ന സാഹചര്യം പി ശശി ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പി ശശിയുടെ ഒരു പൊളിറ്റിക്കൽ ഇടപെടലാണ്. പോലീസിനെ നിയന്ത്രിക്കുന്ന പി ശശിയാണല്ലോ. അങ്ങനെയുള്ള പി ശശിക്കെതിരായിട്ടും പിണറായി വിജയനെതിരായിട്ടുള്ള ഈ ഒറ്റപ്പെട്ട എന്നാൽ ശക്തമായതുമായ ആരോപണങ്ങൾ, ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്നു, അതിന്റെ ഇത്ര കമ്മീഷൻ പല വിധത്തിൽ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു തർക്കം ആരംഭിച്ചത്. അത് ഇവരെല്ലാതിന്റെ ആളുകളാണ്. സ്വർണം പൊട്ടിക്കലിന്റെ കാരാട്ട് റസാക്കും ഒക്കെ ആയിട്ടുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിലമ്പൂര് മലപ്പുറം നിലമ്പൂരുമായിട്ടുള്ള ബന്ധവും ഈ കോട്ടയ്ക്കലൊക്കെ നടക്കുന്ന സ്വർണം പൊട്ടിക്കലും മലബാറിലെ രാഷ്ട്രീയത്തിൽ ആർക്കൊക്കെയാണ് സ്വാധീനമുള്ളത് എന്ന്, മലബാറിൽ ആരൊക്കെയാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത് വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഈ വരുന്ന സ്വർണ്ണമൊക്കെ എങ്ങോട്ടാണ് പോണത്? ഈ വരുന്ന സ്വർണത്തിന് ഉപഭോക്താക്കളാകര. ഇപ്പോൾ നമുക്കൊരു കൊച്ചു ബോബി ചെമ്മണ്ണൂർ ചർച്ചയിൽ വിഷയം അല്ലെങ്കിൽ പോലും ആ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരന് വേണ്ടി 47 കോടി രൂപ പിരിക്കുവാൻ നേതൃത്വം കൊടുത്തത് ബോബി ചെമ്മണ്ണൂരാണ്. ബോബി ചെമ്മണ്ണൂർ വെറുതെ ഒരു മനുഷ്യ സ്നേഹം കാണിച്ചതാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ കള്ളക്കടത്തായിട്ട് പറഞ്ഞ സ്വർണ്ണമെല്ലാം അതിന്റെ പങ്കുപറ്റാൻ ഇവിടുത്തെ ജുവലറി ഉടമയായ ബോബി ചെമ്മണ്ണൂരും തയ്യാറായിട്ടുണ്ടാവാം. ഞാൻ സൂചിപ്പിച്ചത് അൻവർ അത്ര വിശുദ്ധനൊന്നുമല്ല. അൻവർ കേരള രാഷ്ട്രീയത്തിൽ MLA എന്ന രീതിയിൽ വിശുദ്ധനല്ല. MLA അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ ശ്രമിക്കുന്നത് മഹാമണ്ഡത്തരമാണ്. അപ്പൊ അൻവർ ചെയ്തു വെച്ച പാപങ്ങളുടെയും അയാൾ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും നീതിക്ക് വിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇനി നിലമ്പൂരിൽ അൻവറിന്റെ രാഷ്ട്രീയം ചെലവാകും. ഇനി അൻവറിന്റെ രാഷ്ട്രീയത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആര്യാടൻ ഷൗക്കത്താണ് എതിരാളിയായിട്ട് വരുന്നതെങ്കിൽ ഇനിയുള്ള രാഷ്ട്രീയം വളരെ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലമ്പൂർ ഒരു കാലത്ത് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആര്യാടൻ മുഹമ്മദ് എന്ന വലിയ മനുഷ്യന്റെ കീഴിലായിരുന്നു ആ നിലമ്പൂർ. അദ്ദേഹം ഒരു ശരിക്കുമുള്ള ഒരു മതേതര നിലപാട് സ്വീകരിച്ച ആളായിരുന്നു ആര്യാടൻ മുഹമ്മദ് എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയം എതിരാളികൾ പോലും സമ്മതിക്കുന്നതാണ്, BJP-ക്കാർ പോലും സമ്മതിക്കുന്നതാണ് ആര്യാടൻ മുഹമ്മദിന്റെ രാഷ്ട്രീയത്തെ. അതുപോലെ തന്നെ പാഠം എന്നൊരു വിലാപം എന്ന സിനിമ എടുത്തുകൊണ്ട് സിനിമാ രംഗത്ത് പ്രവേശിച്ച ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്ത് ആളെ മുസ്ലിം സമുദായത്തിന് തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടാണ് വലിയൊരു അസ്ത്രമായിരുന്നു ആ പാഠം എന്നൊരു വിലാപം എന്ന സിനിമ. അതിന്റെ നിർമ്മാതാവും കൂടിയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ മുസ്ലിം സമൂഹത്തിലുള്ള പുരോഗമന കാര്യങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഷൗക്കത്തിനെ പോലെയുള്ള ആളുകളോട് പരമ്പരാഗത മുസ്ലിങ്ങൾ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക എന്നുള്ള സംശയമുണ്ട്. അവിടെയാണ് ഇത്രയും കാലം ഈ അൻവർ പിടിച്ചു നിന്നത്. പാരമ്പര്യവാദികളൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും കൊണ്ട് ചേർന്നിട്ടാണ് അൻവർ പിടിച്ച് വിജയിക്കുന്നത്. പക്ഷെ ഇപ്പോ മുസ്ലിം ലീഗും കൈവിടാൻ സാധ്യതയുണ്ട്. CPM കൈവിട്ട് കഴിഞ്ഞു, ഇടതുപക്ഷം കൈവിട്ട് കഴിഞ്ഞു. അപ്പോ ചേക്കേറാനൊരു ജില്ലയില്ല. ഇനി എവിടെ നിന്നാലും CPM തോൽപ്പിക്കും എന്നൊരു നിലപാടിലേക്കും കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു നിലമ്പൂരിലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് വളരെയൊന്നും ആയുസില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ മാതിരി അസംഭവമായിട്ടൊന്നുമില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ മറ്റൊരു വഴി വേറെ ഇല്ലല്ലോ, വേറൊരു മുന്നണി. അത് പുതിയ വഴികൾ വെട്ടി തുറക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കേരള കോൺഗ്രസുകളും മറ്റു കോൺഗ്രസുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഈ കെ എം മാണിയെ ആക്രമിച്ചതിൽ മുൻപതിൽ നിന്നാരാണ്? CPM ആണ്. ആ KM മാണിയുടെ മരണത്തോടുകൂടി KM മാണിയുടെ മകൻ CPM-ൽ ചേർന്ന് ഇടതുമുന്നണി ചേർന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടതാണ്. അപ്പം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായത് ഒന്നുമില്ല. ആദർശ രാഷ്ട്രീയം പണ്ടേ ഇല്ലല്ലോ. അതുകൊണ്ട് നാളെ PV അൻവറിന്റെ ഭാവി നമുക്ക് ഇപ്പം പ്രവചിക്കാൻ പറ്റില്ല. ഏതെങ്കിലും രീതി കൂടി ഏതെങ്കിലും മുന്നണിയിൽ കടന്നുകൂടാനുള്ള ശ്രമം നടത്തും. പിണറായിയുടെ കാലം കഴിഞ്ഞാൽ, പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ME ഗോവിന്ദനോ അല്ലെങ്കിൽ പിന്നെ വേറെ നേതാക്കന്മാരാണെങ്കിൽ ഒരു പക്ഷേ PV അൻവറെ അനുകരിച്ചു. അൻവറിന്റെ പിണറായി ഭക്തി അത് തന്നെയല്ലേ അദ്ദേഹത്തിന് തിരിച്ചടിയായത്? തീർച്ചയായിട്ടും അമിതമായ പിണറായി ഭക്തിയോടെ പിടിച്ചു നിന്നത്. എല്ലാ കൊള്ളരുതായ്മകൾക്കും പിണറായി കൂട്ടുനിന്നിരുന്നു. അൻവറിന്റെ ഒരു ഭാഗത്ത് അൻവറിന്റെ ഈ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം CPM നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന്റെ ബലത്തിലാണ് ഒരിക്കലും പോലീസിനെയൊക്കെ എന്റെ കയ്യിലാണ്, ചെസ് നമ്പർ 1 വീണു, 2ാമത്തെ വീഴും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തീർക്കുന്ന ആ രീതിയിൽ കേസുകൾ ഉണ്ടാക്കുക,
ചാനലിനെതിരെ തന്നെ പോക്സോ കേസ് കൊണ്ടുവന്നു, ഏഷ്യാനെറ്റിന് നേരെ പോക്സോ കേസ് കൊണ്ടുവന്നു. അതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചന മാത്രമല്ല, ഗൂഢാലോചന അഹങ്കാരവും പാർട്ടിയുടെ തണലുണ്ട് എന്നുള്ള രീതിയിലുള്ള അഹങ്കാരത്തിന്റെയും കൂടി ഒരു പതിപ്പ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആര്യടൻ അല്ല നമ്മുടെ PV അൻവർ വിശുദ്ധനല്ല എന്ന് പറഞ്ഞു. തീർച്ചയായും എല്ലാത്തരം കൊള്ളരുതായ്മകൾക്കും ഒരു കാലത്ത് നേതൃത്വം കൊടുത്ത ആള് തന്നെയാണ്. സ്വർണം പൊട്ടിക്കലടക്കമുള്ള എല്ലാ ക്രിമിനൽ കുറ്റവാസനകളിലും ഇദ്ദേഹത്തിന് പങ്കുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. എന്തായാലും ഭാവി എന്താണെന്ന് കണ്ടറിയാം. കണ്ടറിയാം, തീർച്ചയായിട്ടും കണ്ടറിയാം.